ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഫ്രീ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഇന്ന് പഠിക്കാൻ പോണത് ഡബിൾ ചെയിൻ ആണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ ആദ്യം ഗോൾഡൻ കളർ ത്രെഡ്, ഇതിന് നമുക്ക് രണ്ട് കളർ ത്രെഡ് വേണം. ഞാനിവിടെ ഗോൾഡൻ കളർ ത്രെഡും അതുപോലെ ഈ ഒരു കളർ ത്രെഡുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഗോൾഡൻ കളർ ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് നമ്മൾ പഠിച്ചത് കാരണം ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ മുകളിലാണ് ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ ഒരു കളർ ത്രെഡ് കെട്ടിട്ടിട്ടുണ്ട്. 14.05 തന്നെയാണ് നീഡിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു ചെയിൻ ചെയ്ത ഫസ്റ്റ് ചെയിൻ ഞാനിവിടെ വലുതാക്കിയിട്ടാണ് നിങ്ങൾക്ക് ചെയിൻ എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ വലുതാക്കി ചെയ്യാതെ ചെറുതാക്കിയിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, വലുതാക്കി ചെയ്യരുത്, ചെറുതാക്കിയിട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പഠിച്ച കാരണം നിങ്ങൾക്ക് ചെറുതാക്കി ചെയ്യാൻ പറ്റും. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്താല് നിങ്ങൾക്ക് ചെറുതാക്കിയിട്ട് ചെയിൻ എടുത്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ട് ചെയ്തതിന് ശേഷമാണ് ഡബിൾ ചെയിൻ അതിന്റെ മുകളിൽ ചെയ്യേണ്ടത്. അപ്പോ ഇതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിന്റെ ഫസ്റ്റ് ചെയിനിന്റെ ഉള്ളില്, ഈ ഒരു ഫസ്റ്റ് ചെയിനിന്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചെയിൻ എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ചെയിനിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുക. അതിനുശേഷം സെക്കൻഡ് ചെയിനിലേക്കാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ തേർഡ് ചെയിനിന്റെ ഉള്ളിൽ നിന്ന്, അങ്ങനെ ഓരോ ചെയിനിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ഈ ചെയ്ത സ്റ്റിച്ചിന്റെ മുകളിലേക്കാണ് നമ്മൾ ഈ രണ്ടാമത് ചെയ്യുന്ന സ്റ്റിച്ച് വരിക. ഓക്കെ, ഓരോ ചെയിനിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. ചെയിനിന്റെ മുകളിൽ നിന്നല്ല, നമ്മൾ ചെയിൻ എന്ന് പറഞ്ഞാല് ഒരു ഇതാ, ഇതിന്റെ ഉള്ളിലേക്കാണ് കേട്ടോ വരിക. ഇത് ഉള്ളിലേക്കാണ് നമ്മൾ അടുത്ത ചെയിൻ എടുക്കുന്നത്. ഓക്കെ, അതാ ഇതുപോലെയാണ് ഡബിൾ ചെയിൻ വരിക കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചാൽ നമുക്ക് ഇത് എളുപ്പമായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ വലുതാക്കി എടുത്തിട്ട് അടിയിൽ നിന്ന് ഇതിന്റെ ഈ ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെ തന്നെ അടിയിൽ നിന്ന് ആ ഒരു വലിയ ചെയിന് അടിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് പിക്ചറിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിതാ ഇവിടെ ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിലൊക്കെ ഡബിൾ ചെയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം ഞാൻ ഡബിൾ ചെയിൻ ചെയ്തിട്ടില്ല, ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൈഡും കൂടി ഡബിൾ ചെയിൻ ചെയ്യാം. ഞാൻ മൊത്തത്തിൽ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് കൂടുന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറുള്ളത്, മൊത്തത്തിൽ ചെയ്ത് കാണിക്കാത്തത്. അപ്പൊ ഈ ഒരു സൈഡും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ചെയിൻ ചെയ്തെടുക്കാം. ഒരു ചെയിനിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ചെയിൻ എടുക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ചെയിനിലേക്കാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. നമ്മൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചാൽ നമുക്ക് ഈ ഒരു ഡബിൾ ചെയിൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ചെയിനിന്റെ ഉള്ളിലേക്കാണ് കുത്തുന്നതെന്ന് മാത്രം. നമ്മൾ ചെയിനിന്റെ മുകളിലേക്കല്ല, ആ ഒരു ത്രെഡുമ്മലല്ല, ആ ഒരു ചെയിനിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ കുത്തി കൊടുക്കുന്നത്. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, നമ്മൾ ചെറിയ ചെറിയ ചെയിൻ ആക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ ആ ചെയിനിന്റെ ഉള്ളിൽ തന്നെ ഓരോ ചെയിൻ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പെയ്ഡഡ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഒരുപാട് സ്റ്റിച്ചുകൾ അതിൽ വരുന്നുണ്ട്, 39 സ്റ്റിച്ചോളം വരുന്നുണ്ട്. ആപ്ലിക് വർക്ക്, അതുപോലെ മിറർ വർക്ക്, കട്ട് വർക്ക്, പിന്നെ സ്കാലപ്പ് വർക്ക്, മറ്റുള്ള ജർദോസി, കട്ട് ബീഡ്, ഷുഗർ ബീഡ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പും നമ്മൾ
അതില് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ആർക്കെങ്കിലും പെയ്ഡ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയാട്ടോ, വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അതുപോലെ ഓരോ ചെയിനിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ ഡബിൾ ചെയിൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ ആദ്യം ഒരു ലൈനിൽ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് പിക്ചറിലേക്ക് ചെയ്താൽ മതി. ആദ്യം തന്നെ പിക്ചറിൽ ചെയ്യരുത്, ആദ്യം ഒരു ലൈനിൽ ചെയ്തതിന് ശേഷം പിക്ചറിലേക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് അത് ആ ഒരു സ്റ്റിച്ച് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യം ഒരു ലൈനിൽ തന്നെ ചെയ്ത് നോക്കുക, എന്നാലാണ് നമുക്ക് ഈ ഒരു കേവ് ഭാഗവും അതുപോലെ പിന്നെ നമ്മുടെ ഈ കോൺ ഭാഗമൊക്കെ വരുമ്പോൾ ഫിനിഷിംഗ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ലൈനിൽ ചെയ്തിട്ട് ആ ചെയിൻ നന്നായി പ്രാക്ടീസ് ആവണം, എന്നാലാണ് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നന്നായി നിങ്ങളെല്ലാവരും പിക്ചർ ലൈനിൽ ചെയ്ത് നോക്കിയതിന് ശേഷം പിക്ചറിലും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.